ഇപ്പോൾ ചൂരൽമല മെമ്പർ നൂറുദ്ദീൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ നൂറുദ്ദീൻ, ഇപ്പോൾ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഈ മുണ്ടകൈ ചൂരൽമല പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കൂടുതൽ കൊണ്ടുവരുന്നതിനായാണ് ഈ ബെയിലി പാലം, നമുക്കറിയാമത് അവസാന ഘട്ടത്തിലുമാണ്. എങ്കിലും താങ്കളുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇപ്പോഴുള്ള രക്ഷാപ്രവർത്തനം മുന്നേറുന്നത്? എത്രത്തോളം ആളുകൾ അവിടെ ഉണ്ട്? അത് എത്രത്തോളം നമുക്ക് സാധ്യമാകുന്നുണ്ട്? ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ നന്നായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോ ജനങ്ങൾക്ക് നടക്കാനുള്ള പാലം ഇട്ടതാണ് ഏറ്റവും വലിയൊരു ഉപകാരമായിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ രാവിലെ 5 മണി മുതൽ 5 മണി 4 മണി 6 മണി മുതൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആളുകളെത്തി അവിടെ ബോഡികൾ എടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഭാഗവും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. എല്ലാ ഭാഗത്തുനിന്നും എല്ലാ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഇപ്പത്തെ സിറ്റുവേഷനിൽ നമുക്ക് പറയാനുള്ളത് വേറൊന്നുമില്ല. നമുക്ക് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നവർക്ക് ഭക്ഷണങ്ങളൊന്ന് കറക്റ്റ് എത്താത്ത ഒരു ചെറിയ വിഷമം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ഇടപെട്ടിട്ട് പറയണം. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഭക്ഷണം ഇന്നലെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് കിട്ടാഞ്ഞിട്ട് അവർ ഒരുപാട് എന്നോട് തന്നെ പറഞ്ഞു, വിശന്നിട്ട് വയ്യ, ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നിനും കഴിയുന്നില്ല എന്നൊക്കെ. അപ്പൊ അതിൽ നിങ്ങളൊന്ന് കാര്യമായിട്ട് ഇടപെടുന്ന എനിക്ക് പറയാനുള്ളത്. താങ്കൾ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ആഹാര സാധനങ്ങളടക്കം വസ്ത്രങ്ങളടക്കം നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ദുരന്ത മുഖത്ത് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാധാരണക്കാർ മുതൽ സൈന്യം വരെ ഉള്ളവർക്ക് അവരുടെ വെള്ളം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ഒരുപക്ഷെ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് താങ്കൾ ചൂണ്ടിക്കാണിച്ചത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. നമുക്ക് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ജനം TV മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഒരുപക്ഷെ നമ്മുടെ പ്രതിനിധി അർജുൻ ഈ മുണ്ടകയിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്തിന് വളരെ അടുത്തു നിന്നാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് അവിടെ വലിയ പാറക്കല്ലുകൾ മാത്രമാണ് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ പ്രദേശവാസികളുടെ സഹായം ഇല്ലാതെ ഒരു പക്ഷേ വലിയ ഹിറ്റാച്ചി പോലുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി നമുക്ക് പ്രയോഗിക്കാൻ കഴിയില്ല. കാരണം ഈ മേൽക്കൂരകളടക്കം മണ്ണിന് താഴെ ഉണ്ട് എങ്കിൽ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം അതിനിടയിൽ ഒരുപക്ഷെ ജീവന്റെ തുടിപ്പുകൾ അവശേഷിക്കുന്നുണ്ടാകാം. നമുക്കത് ആ പ്രതീക്ഷ കൈവിടാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രദേശവാസികളുടെ സഹായം കൂടി ആവശ്യമുണ്ട്. അതെങ്ങനെയാണ് സൈന്യം ഉപയോഗപ്പെടുത്തുന്നത്? പ്രദേശവാസി അവരെ കൂടെ എന്തായാലും നമ്മൾ നാട്ടുകാരെ അവരെ കൂടെ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇവിടെ ഇന്നതുണ്ട്, ഇവിടെ വീടുണ്ട്, ഇവിടെ ഇതുണ്ടെന്ന് എല്ലാ ഭാഗങ്ങളും കാണിച്ചു കൊടുക്കാനൊക്കെ ഇവിടുത്തെ ആളുകൾ അവരെ കൂടെ ഉണ്ട്. അതിലൊന്നും ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടൊന്നുമില്ല. ഓരോ ഗ്രൂപ്പിനും കൂടി ഇവിടുത്തെ 1, 2, 3 ആളുകൾ അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഉരുൾപൊട്ടി വന്ന അവിടെ ഒരു സ്റ്റോൺ ഹൗസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത് ഒരു വീട്ടില് ഒരു ഗീത അവരുടെ ഭർത്താവ് മോന് എന്ന് പറഞ്ഞവരുണ്ട്. ആ വീട് ഫുള്ള് നേരെ നിലം പൊത്തി കിടക്കുന്നത്. അതിന്റെ ഉള്ളിൽ അവരുണ്ടോ എന്നുള്ള സംശയമുണ്ട് നമുക്ക്. പക്ഷെ അവിടെ എത്തിപ്പെടണമെങ്കിൽ കുറെ സമയം എടുക്കും. ഇറ്റാച്ച് അവിടെ എത്തണമെങ്കിൽ കുറെ സമയം എടുക്കും. അവര് 3 ആൾ അതിന്റെ ഉള്ളിലുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. താങ്കളുടെ വാക്കുകളിൽ ഒരുപക്ഷെ ആ സങ്കടമുണ്ട് നൂറുദ്ദീൻ. കാരണം താങ്കൾക്ക് നേരിട്ട് പരിചയമുള്ള ആ നാടൊന്നാകെ താങ്കളുടെ കുടുംബാംഗങ്ങളാണ്. അതിൽ ഓരോരുത്തരെയും നഷ്ടപ്പെട്ടതിൻ്റെ വേദന കൂടിയുണ്ട്. ഇനിയും ആരെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റേണ്ടുന്നതിൻ്റെ ആശങ്ക കൂടി താങ്കൾക്കുണ്ട്. തീർച്ചയായും അത് അധികാരികളെ താങ്കൾ അറിയിക്കുന്നുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നു, അതിനുവേണ്ട സംവിധാനങ്ങളിലൂടെ. പക്ഷേ സൈന്യത്തിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഓരോ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് ചെറിയ ചെറിയ സംഘങ്ങളെ മറ്റിടങ്ങളിലേക്ക് മാറ്റേണ്ടുന്ന ഒരു ആവശ്യകത ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ ചൂണ്ടിക്കാണിക്കുന്നതിനനുസരിച്ച് ചില പ്രത്യേക ഇടങ്ങളിലേക്ക് പോയി തിരച്ചിൽ നടക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ ഉണ്ട്. എങ്കിൽ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ പറയാനുള്ളൊരു അവസരം ലഭിക്കുന്നത്? എവിടെയാണ് നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? എവിടെയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അങ്ങനെ ചെയ്യുന്നുണ്ടോ? അങ്ങനെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും അതിനുള്ള കാര്യങ്ങൾക്കൊന്നും ഇപ്പൊ ശരിക്കും വന്നാൽ ഒരു വിഷമമൊന്നും ആരും നേരിടുന്നില്ല. എല്ലാ കാര്യങ്ങളും ഓക്കെ ഉണ്ട്, അൽഹംദുലില്ലാ. പക്ഷെ നമുക്കിപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ വേറെ ഈ അട്ടമല പിന്നെ ഇന്നലെ KCBയിലുള്ള ഒരു ഓഫീസർ എന്നെ വിളിച്ചിരുന്നു. അവരെന്തോ അവിടെ എത്തിപ്പെട്ടപ്പോ ഏറാട്ടുകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 15ഓളം 20ഓളം ആദിവാസികളുണ്ട്. അവര് ഭക്ഷണം ഇല്ലാതെ ഇരിക്കുകയാണ് എന്നാണ് അറിഞ്ഞത്. 2-3 ദിവസമായിട്ട് ഏറാട്ടുകുണ്ട് എന്ന് പറഞ്ഞ അട്ടമല ഭാഗത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചത് ശ്രീ നൂറുദ്ദീൻ, ഇത്തരം വിവരങ്ങൾ പ്രദേശവാസികൾ താങ്കൾ അടക്കമുള്ള ആളുകൾ പങ്കുവയ്ക്കുമ്പോൾ അത് പോയി പറയാൻ ഒരു പോയിന്റ് അത് വയനാട് എവിടെയെങ്കിലും ഉണ്ടോ? ഈ ഗസ്റ്റ് ഹൗസ് കേന്ദ്രീകരിച്ചൊക്കെ മന്ത്രിമാരൊക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അറിയിക്കാനോ
അതുമായി ബന്ധപ്പെട്ട് സൈന്യത്തിന് ചില നിർദ്ദേശങ്ങൾ നൽകാനോ ദുരന്തമുഖത്തുള്ള ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകാനോ ഒക്കെയുള്ള സംവിധാനം ഇപ്പോൾ ഇല്ല എന്നാണ് താങ്കളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അല്ല, ശരിക്കും നമുക്ക് പറ്റിപ്പോയത് നമ്മള് ഈ ഭാഗത്തുള്ള ഈ ഒരു ഇതിന്റെ ഓട്ടത്തിന് ഞങ്ങൾ എല്ലാവരും ശരിക്കും പറഞ്ഞാല് ഇവരെ കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞാല് മൈൻഡ് ഔട്ടായി പോയി. ഇപ്പൊ നമ്മളെ വിളിച്ച് KCB ഓഫീസറൊക്കെയാണ് പറഞ്ഞത് ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ അവിടെ കുറച്ച് ആദിവാസികളുണ്ടെന്ന്. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് ചാനലിലൂടെ അറിയിക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും. ഓക്കെ, തീർച്ചയായും. വളരെ നന്ദി ശ്രീ നൂറുദ്ദീൻ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വലിയ ദുരന്ത മുഖങ്ങളിലേക്ക് സൈന്യമടക്കമുള്ള ആളുകൾ കടന്നു ചെല്ലുകയും അവിടെ രക്ഷാപ്രവർത്തനം ജീവനുണ്ടോ എന്ന് തിരഞ്ഞുകൊണ്ട് ഓടി നടക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ആളുകൾക്ക് മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുക. അപ്പോൾ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളുടെ വാക്കുകൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ കൂടി സഹായം തേടിക്കൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് അത് കുറച്ചുകൂടി നമുക്ക് ശുഭകരമായി കൂടി എത്തുക എന്നുള്ളതാണ്. കാരണം ഇനിയും ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരം മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഈ അട്ടമല പ്രദേശത്ത് വനവാസികളുണ്ട്. അവർ ഭക്ഷണം കിട്ടാതെ പുറത്തിറങ്ങാനാകാതെ ഒരു ദിവസം അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കൊക്കെ അവർക്ക് ഇത്തരം സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുള്ളവരാണ്. അവർ സ്ഥിരം അവിടെ കഴിയുന്നവരാണ്. അതുകൊണ്ട് അത് പരിചിതമായിരിക്കാം. പക്ഷേ ദിവസങ്ങളോളം അങ്ങനെ കഴിയാൻ ആർക്കും കഴിയുകയില്ലല്ലോ. ഇപ്പോൾ അവരവിടെ നിന്ന് പുറത്തിറങ്ങാതെ ആഹാരമില്ലാതെ ആഹാരം കണ്ടെത്താൻ പോകാനാകാതെ കുടുങ്ങിക്കിടക്കുന്നു എന്ന കാര്യം കൂടിയാണ്. അപ്പോൾ വിവിധ ഇടങ്ങളിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപിക്കേണ്ടതുണ്ട്.